ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് ടോപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള ടോപ്പ് 10 SUVകളെ പറ്റിയാണ്. ആൻഡ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇയർ ഓൺ ഇയർ ബേസിസിലായിരിക്കും, മന്ത് ഓൺ മന്തിലായിരിക്കില്ല. ഇവിടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ എക്സ്റ്റർ ആണ്. എക്സ്റ്ററിന് കഴിഞ്ഞ മാസം 7516 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയത്. ഇവിടെ ഇപ്പോൾ ഈ വണ്ടി നമുക്ക് ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം 2022 ഡിസംബറിൽ ഈ വണ്ടി ഇറങ്ങിയിട്ടില്ല. എന്നാലും ഇത് ജസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ നവംബർ മാസത്തിൽ ഈ വാഹനത്തിന് ഏകദേശം 8300 സെയിൽസ് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വ്യത്യാസം വന്നിട്ടുണ്ട്. 800 വണ്ടികളെടുത്ത് അവർ പ്രൊഡക്ഷൻ കുറച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഡിസംബർ മാസമാണ് മിക്ക കമ്പനികളും വണ്ടികളുടെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ എന്ന് പറയുന്നത്. ഇയർ എൻഡ് ആണല്ലോ. അപ്പോൾ പിന്നെ ഇനി എങ്ങാനും വണ്ടികളോടെ ഡീലർഷിപ്പിൽ പോയി ബാക്കി കിടക്കുകയാണെങ്കിൽ അത് അവർക്ക് വിൽക്കാൻ പറ്റാണ്ട് അവിടെ തന്നെ കിടക്കും, പിന്നെ ഡിസ്കൗണ്ടൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇയർ എൻഡിൽ. എന്തായാലും ആ ഒരു രീതിയിൽ നോക്കുമ്പം ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ വലിയ കുഴപ്പമില്ല. പിന്നെ സെയിൽസിൻ്റെ കാര്യത്തിൽ മൈക്രോ SUV കാറ്റഗറിയിൽ ഈ വണ്ടിക്ക് കുഴപ്പമില്ലാത്ത സെയിൽ കിട്ടുന്നുണ്ട് എന്ന് പറയാം. എന്തായാലും പഞ്ചിൻ്റെ പകുതി വരെ ഉള്ളൂ. ഇനി അടുത്തതായി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ ബൊലേറോ ആണ്. ബൊലേറോയ്ക്ക് കഴിഞ്ഞ മാസം 7995 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. പക്ഷേ അതേസമയം ഡിസംബർ 2022 7311 വണ്ടികളുടെ സെയിലായിരുന്നു ഇതിന് കിട്ടിയിരുന്നത്. എന്ന് വെച്ചാൽ 684 വണ്ടികളുടെ വ്യത്യാസവും 9.36% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഡിസംബറിൽ പൊതുവെ വണ്ടികളുടെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പം ഡിസംബർ, അതായത് ഇയർ ഓൺ ഇയർ സെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഡിസംബർ നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബൊലേറോയുടെ പ്രൊഡക്ഷൻ ഒരു അത്രയ്ക്ക് കുറച്ചിട്ടില്ല, 8000-അടുത്തൊക്കെ തന്നെ പിടിച്ച് പോകുന്നുണ്ട്. ആക്ച്വലി മന്ത് ഓൺ മന്തിൽ നോക്കുകയാണെങ്കിലും ബൊലേറോയ്ക്ക് നോർമലി ഈ ഒരു സെയിൽസ് തന്നെയാണ് എപ്പോഴും കിട്ടാറുള്ളത്. ബൊലേറോ പിന്നെ നമ്മൾ മഹീന്ദ്രയുടെ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയായിരുന്നു. സ്കോർപ്പിയോയുടെ N വരുന്നതിന് മുമ്പ് ഇതായിരുന്നു ഫസ്റ്റ് പൊസിഷനിൽ നിന്നിരുന്നത്. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയാണ്. ക്രെറ്റയ്ക്ക് കഴിഞ്ഞ മാസം 9243 വണ്ടികളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ക്രെറ്റയുടെ കഴിഞ്ഞ വർഷത്തെ ഇയർ ടൈം സെയിൽസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് സെയിലാണെന്ന് തോന്നുന്നു. കാരണം മിക്കവാറും ഒക്കെ 10,000-ന് മുകളിൽ ക്രെറ്റ എന്തായാലും വിൽക്കാറുണ്ട്. 12,000, 13,000, 14,000 ആ റേഞ്ചിലാണ് നോർമലി വിൽക്കാറുള്ളത്. നമ്മളിനിപ്പോൾ പ്രൊഡക്ഷൻ കുറച്ചെന്ന് പറയുമ്പം 2022 ഡിസംബർ വെച്ച് നോക്കുകയാണെങ്കിൽ 10,205 വണ്ടികളുടെ സെയിലായിരുന്നു ഈ വാഹനത്തിന് ആ സമയത്ത് കിട്ടിയത്. എന്ന് വെച്ചാൽ 962 വണ്ടികളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 9.43% ആണ് ഇതിൻ്റെ ഡീഗ്രോത്ത് റേറ്റ്. അതായത് നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസ് കഴിഞ്ഞതിന് മുന്നത്തെ വർഷം വെച്ച് നോക്കുമ്പോൾ തന്നെ ക്രെറ്റയ്ക്ക് കഴിഞ്ഞ വർഷം ഡിസംബറിൽ കുറച്ച് കമ്പാരിറ്റീവ്ലി നന്നായിട്ട് തന്നെ ഒരു പ്രൊഡക്ഷൻ കുറച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആൻഡ് നമ്മുടെ ഈ ലിസ്റ്റിൽ ആകെ ഡീഗ്രോത്ത് വന്നിരിക്കുന്ന ഒറ്റ വാഹനമുള്ളൂ, അത് ക്രെറ്റ മാത്രമാണ്. ഇനി 7th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഫ്രോങ്സ് ആണ്. ഫ്രോങ്സിന് കഴിഞ്ഞ മാസം 9692 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഇതിൻ്റെ സെയിൽസും ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആണ്. നമ്മളിപ്പം ഡിസംബറായിട്ടും നോക്കുന്ന സമയത്ത് അങ്ങനെ വലിയ രീതിയിൽ അവർ പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വന്നിട്ടൊന്നുമില്ല, കാരണം അത്യാവശ്യം സെയിലുണ്ട്. ഇതിൻ്റെ നോർമലല്ല, ഇപ്പം നമ്മൾ നവംബർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നവംബറിൽ ഏകദേശം 10,000-അടുത്താണ് അതിൻ്റെ സെയിൽ ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് പറയാം വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളത്. ചില വണ്ടികളിലൊക്കെ ഭയാനകമായിട്ടുള്ള വ്യത്യാസമൊക്കെ വരും ചില മാസങ്ങളാകുമ്പോഴേക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ സോണറ്റിൻ്റെ പുതിയ ഫേസ് ഷിഫ്റ്റ് വരുന്നതുകൊണ്ടൊക്കെ അവർ പ്രൊഡക്ഷൻ നന്നായിട്ട് കുറച്ചു. 2000-അടുത്തൊക്കെ സോണറ്റ് ആകെ ഡിസംബറിൽ അവർ പ്രൊഡ്യൂസ് ചെയ്തോളൂ. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. സോണറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചെങ്കിലും കിയ ആക്ച്വലി കുറയ്ക്കാത്തൊരു വണ്ടിയുണ്ട്, അതാണ് നമ്മുടെ സെൽട്ടോസിന് പുതിയ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല സെയിൽ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 9957 വണ്ടികളുടെ സെയിൽസ് ഇതിന് കിട്ടിയായിരുന്നു. 2022 ഡിസംബർ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 5995 വണ്ടികളുടെ സെയിൽസ് മാത്രമാണ് ഇതിന് കിട്ടിയിരുന്നത്. അതായത് 3962 വണ്ടികളുടെ വ്യത്യാസവും 66.09% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. നിസ്സംശയം പറയാം നമ്മുടെ ഈ കൂട്ടത്തിൽ ഏറ്റവും ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ബേസിസിൽ എടുക്കുകയാണെങ്കിൽ അത് കിട്ടിയിരിക്കുന്നത് സെൽട്ടോസിന് തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ പുതിയ ക്രെറ്റ വരുന്നുണ്ട്, നമുക്കറിയാം ക്രെറ്റ ഫേസ് ലിഫ്റ്റോട് ഡ്യൂ ആയി നിൽക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ആ വാഹനത്തിൻ്റെ സെയിൽസ് അടുത്ത മാസങ്ങളിലൊക്കെ സെൽട്ടോസിന് ഓവർടേക്ക് ചെയ്യും. പക്ഷേ എന്തായാലും തൽക്കാലത്തേക്ക് ഇപ്പം ഒരു വളരെ റെയർ ആയിട്ടുള്ള സംഭവം നടക്കുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സെൽട്ടോസ് നമ്മുടെ ക്രെറ്റയുടെ സെയിൽസിനെ ഓവർടേക്ക് ചെയ്ത് ജസ്റ്റ് കഴിഞ്ഞ മാസം മുന്നിൽ കയറിയിരിക്കുകയാണ്. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി നമ്മുടെ ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. വെന്യൂവിന് കഴിഞ്ഞ മാസം 10383 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. ഡിസംബർ 2022 8285 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു ഇതിന് കിട്ടിയിരുന്നത്. അതായത് 2098 വാഹനങ്ങളുടെ വ്യത്യാസവും 25.32% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിന് കിട്ടിയിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ സ്റ്റാൻഡേർഡ് സൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 2022 ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ തൊട്ടും അതുപോലെ കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ വർഷം 2023 ഇതിന് കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിയായിരുന്നു. മറ്റേ ADS ലെവൽ 1 അപ്ഡേറ്റ് കിട്ടി, പിന്നെ കുറച്ച് പുതിയ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ അകത്ത് വന്നു. അതൊക്കെ വന്നപ്പോൾ തൊട്ട് പിന്നെയും ഈ വണ്ടി ഇപ്പോഴും കറണ്ടാണ്. അതുകൊണ്ട് സെയിൽ അങ്ങനെ ഒരുപാട് താഴേക്ക് പോയിട്ടൊന്നുമില്ല നമ്മളിപ്പം സപ്പോമെട്രിക് കാറ്റഗറിയിൽ വെന്യൂ എടുക്കുകയാണെങ്കിൽ.
ഇനി അടുത്തതായി 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ സ്കോർപിയോ സീരീസിൽ വരുന്ന NM ക്ലാസിക്കോ ആണ്. ഈ രണ്ട് വണ്ടികളുടെയും കൂടെ കമ്പൈൻഡ് സെയിൽസാണ് മഹീന്ദ്ര എപ്പോഴും പുറത്തു വിടാറ്. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. 11,355 വണ്ടികളുടെ സെയിൽസാണ് ഈ രണ്ട് വണ്ടികൾക്കും കൂടി കഴിഞ്ഞ മാസം കിട്ടിയത്. പക്ഷേ അതേസമയം 2022 ഈ രണ്ട് വണ്ടികൾക്ക് കൂടെ കമ്പൈൻഡ് ആയിട്ട് 7,003 വണ്ടികളുടെ സെയിലേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 4,352 വണ്ടികളുടെ ഗ്രോത്തും 62.14% ഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സെൽട്ടോസ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിരിക്കുന്ന വണ്ടി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത്രയും വലിയ വണ്ടിയായിട്ടും 10,000-ന് മുകളിലൊക്കെ സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയെ സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. എല്ലാ വീഡിയോസിലും ഞാൻ സമ്മതിച്ച് കൊടുക്കുന്നതാണ്, ഈ വീഡിയോയിൽ ഞാൻ സമ്മതിച്ച് കൊടുക്കുന്നു. കാരണം 10,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ നമ്പറാണ്. പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല വിലയുള്ള 30 ലക്ഷം രൂപയ്ക്കൊക്കെ മുകളിൽ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വണ്ടി എന്ന നിലയിൽ ഇത്രയൊക്കെ സെയിൽസ് കിട്ടുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഇനി അടുത്തതായി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ പുതിയ ബ്രസയാണ്. ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം 12,844 വണ്ടികളുടെ സെയിൽ കിട്ടിയായിരുന്നു. ഡിസംബർ 2022 11,200 വണ്ടികളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 1,644 വണ്ടികളുടെ ഗ്രോത്ത് ഇതിന് വന്നിട്ടുണ്ട്. 14.68% ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഗ്രോത്ത് പെർസെൻറ്റേജ്. വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്കിപ്പം കുറ്റം പറയാനൊന്നും പറ്റില്ല വണ്ടിയുടെ സെയിൽ. മിക്കവാറും ഒക്കെ സപ്പോമീറ്റർ കാറ്റഗറിയിൽ നെക്സോൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടുന്ന വണ്ടി ഇത് തന്നെയായിരിക്കും. പിന്നെ കഴിഞ്ഞ വർഷം നെക്സോണിൻ്റെ ഫേസ് ലിഫ്റ്റ് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ വാഹനം ചില മാസങ്ങളൊക്കെ നമ്മുടെ നെക്സോൺ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എഗെയിൻ എപ്പോഴും ഓവർടേക്ക് ചെയ്യാൻ ഈ വണ്ടിക്കും പറ്റിയിട്ടില്ല. നോർമലി ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ആയിരിക്കും. ആൻഡ് ചില സമയങ്ങളിൽ വെന്യൂ ഇതിന് ഓവർടേക്ക് ചെയ്തും കയറാറുണ്ട്, വല്ലപ്പോഴൊക്കെ. അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇത് തന്നെയായിരിക്കും. 3rd വെന്യൂ ആണ് മിക്കവാറും ഉണ്ടാവാറുള്ളത് നോർമലി. ഇനി അടുത്തതായി 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ പഞ്ചാണ്. സാധാരണഗതിയിൽ ഡിസംബറിൽ എല്ലാ കമ്പനികളും പ്രൊഡക്ഷൻ കുറയ്ക്കുമെങ്കിലും ടാറ്റ പ്രൊഡക്ഷൻ ഒട്ടും കുറയ്ക്കാത്ത രണ്ട് വണ്ടികളാണ് പഞ്ചും അതുപോലെ തന്നെ നമ്മുടെ നെക്സോണും. പഞ്ചിലൊക്കെ ചെറിയ വ്യത്യാസമുള്ളൂ. മന്ത് ഓൺ മന്തിൽ നോക്കുകയാണെങ്കിൽ 14,000 വണ്ടികളെടുത്താണ് അവർ നവംബറിൽ വിറ്റത്. ഇപ്പോൾ ഡിസംബർ ആയപ്പോഴേക്കും 13,787 വണ്ടികളുടെ സെയിൽസാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിസംബർ 2022 10,586 വണ്ടികളുടെ സെയിൽസ് ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 3,201 വണ്ടികളുടെ വ്യത്യാസവും 30.24% ഗ്രോത്ത് റേറ്റുമാണ് ഇതിന് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനമാണ് കഴിഞ്ഞ മാസം പഞ്ച്. ഈ മൈക്രോ SUV കാറ്റഗറിയിൽ 10,000-ന് മുകളിൽ സെയിൽ കിട്ടുന്ന ഒരേ ഒരു വണ്ടിയും ഇത് തന്നെയാണ്. ആൻഡ് ഇതിപ്പം വന്നതിൻ്റെ സെയിൽ ഇപ്പോൾ 14,000-നടുത്തൊക്കെ എത്തിയതാണ്. പണ്ടൊക്കെ ഇത് നോർമലി ഒരു ഏകദേശം 10,000 12,000 ആ റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ എഗൈൻ കൂടി ഇത്രയായി. ആൻഡ് ഫൈനലി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ടോപ്പ് സെല്ലിംഗ് SUV നമ്മുടെ ടാറ്റ നെക്സോൺ ആണ്. ഈ വണ്ടി ടോപ്പ് 10 SUVസിൻ്റെ സെയിൽസ് എടുക്കുകയാണെങ്കിൽ മിക്കവാറും ഒക്കെ നമ്പർ 1 നിൽക്കാറുള്ള ഒരു വാഹനമായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് ടോപ്പ് 10 SUVസിൻ്റെ കേസിൽ മാത്രമല്ല, ടോപ്പ് 10 കാറുകൾ, അതായത് നമ്മൾ എല്ലാ വണ്ടികളും കൂടി എടുക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ മാസത്തെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയായിരുന്നു നെക്സോൺ. നോർമലി ഫസ്റ്റ് പൊസിഷനിൽ ടോപ്പ് 10 സെല്ലിംഗ് വണ്ടികൾ എടുക്കുകയാണെങ്കിൽ സ്വിഫ്റ്റോ ഡിസയറോ വാഗണാറോ ബലേനോ ഒക്കെയാണ് വരാറുള്ളത്. പക്ഷേ എന്നാൽ കഴിഞ്ഞ മാസം അവരുടെയൊക്കെ പ്രൊഡക്ഷൻ മാരുതി സുസുക്കി കുറച്ചുകൊണ്ട് നെക്സോൺ അവരെല്ലാവരെയും കടത്തി മുമ്പിൽ വന്നിരിക്കുകയാണ്. 15,284 വണ്ടികളുടെ സെയിലാണ് ഡിസംബർ 2023 ഈ വണ്ടിക്ക് കിട്ടിയത്. ഡിസംബർ 2022 12,053 വണ്ടികളുടെ സെയിൽ വരുന്നതിന് വന്നത്. അതായത് 3,231 വണ്ടികളുടെ വ്യത്യാസവും 26.81% ഗ്രോത്ത് റേറ്റുമാണ് ഇതിന് വന്നിരിക്കുന്നത്. എന്തായാലും നെക്സോണിൻ്റെ സെയിൽസ് കമൻറ്റബിൾ ആണ്, പ്രത്യേകിച്ച് ഫേസ് ലിഫ്റ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് ടോപ്പ് 10 ബെസ്റ്റ് സെല്ലിംഗ് SUVs. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.